അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സിറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 30ാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. വൽ ആലി വസ്സഹബി സുമ്മത്താബിഈന ലഹും അഹ്ലി തുഖാ വന്നഖാ വൽ ഹിൽമി വൽ കറമി സുമ്മ റിളാ അൻ നബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ നാശിരിൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനികളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഗീതമാകുന്ന ബുറുദയിലെ അവസാനത്തെ വരിയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. അതിനോട് അനുബന്ധമായി ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റേതല്ലാത്ത വരികളാണ് നമ്മൾ ചൊല്ലാറുള്ള, ഇന്ന് നമ്മൾ ചൊല്ലിയിട്ടുള്ള വൽ ആലി വസ്സഹബി സുമ്മത്താബിഈന ലഹും എന്ന് മുതലുള്ള വരികൾ. ഈ വരികൾ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബുർദയിൽപ്പെട്ടതല്ല എന്നതാകുന്നു മഹാന്മാരായിരിക്കുന്ന ആളുകൾ പറയുന്നത്. വൽ ആലി വസ്സഹബി സുമ്മത്താബിഈന ലഹും അഹ്ലി തുഖാ വന്നഖാ വൽ ഹിൽമി വൽ കറബി. ഭക്തരും പരിശുദ്ധരും ഉദാരന്മാരുമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരുടെ മേലിലും പിന്മുറക്കാരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അല്ലാഹുവേ നീ സ്വലാത്തും സലാമും വർഷിപ്പിക്കണമേ. സുമ്മ റിളാ അൻ നബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി. അതുപോലെ തന്നെ സ്വർഗാവകാശികളെന്നു സുവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ, അവരുടെ പേരുകളാകുന്നു ഇനിയുള്ള 2 ബൈത്തുകളിൽ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എന്നിവരാകുന്നു
ഈ 10 ആളുകൾ. അശറത്തുൽ മുബശ്ശറ എന്നാണ് ഇവരറിയപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഒട്ടേറെ ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സഹിക്കുകയും ചെയ്തവരാണ് ഈ സ്വഹാബികൾ. ഇതിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ 10 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സ്വർഗത്തിലായിരിക്കും, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലായിരിക്കും തുടങ്ങി ഈ 10 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, സന്തത സഹചാരിയാണ് എന്ന് മാത്രമല്ല സർവസ്വവും ഇസ്ലാമിന് വേണ്ടി നൽകിയ സാത്വികനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഹിജ്റയിൽ അത്രമേൽ സഹായങ്ങൾ ചെയ്ത് കൂടെ നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പ്രഥമ ഖലീഫയായ മഹാനൊരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നീതിമാനായ ഉമർ എന്നാണ് ചരിത്രം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ പുറപ്പെട്ടു വഴിമധ്യേ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ശ്രവിച്ചാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനസ്സിന് മാറ്റമുണ്ടായത്. പിന്നീട് ഇസ്ലാമിൻ്റെ ധീര പോരാളിയായി ജീവിച്ചു. ഖുറൈശികളെ വെല്ലുവിളിച്ച് പരസ്യമായി മദീനയിലേക്ക് ഹിജ്റ പോയ ഒരേ ഒരാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശേഷം ഇസ്ലാമിൻ്റെ ഖലീഫയായി മാറി. അങ്ങനെ മദീന പള്ളിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെഹ്റാബിൽ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ജൂതൻ്റെ വെട്ടേറ്റുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഷഹീദായി വിട പറഞ്ഞു പോയത്. ഏകദേശം 10 വർഷമായിരുന്നു അവിടുത്തെ ഭരണകാലം. പിന്നീട് പറഞ്ഞത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം വളരെയധികം ധനികരായിരുന്നു. ധനം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച വ്യക്തി കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാരെ വിവാഹം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച് ദുന്നൂറൈൻ 2 പ്രകാശങ്ങളുടെ ഉടമ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെയും റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെയും വിവാഹം ചെയ്ത് ഇത്രമേൽ സുന്ദരമായ ഒരു സ്ഥാനപ്പേര് കരസ്ഥമാക്കിയ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് കരസ്ഥമാക്കിയ ഖലീഫയാകുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം ഖലീഫയാകുന്നത്. ഹിജ്റ 23-35 കാലഘട്ടമായിരുന്നു മഹാനവറുകളുടെ ഖിലാഫത്തിൻ്റെ കാലഘട്ടം. പരിശുദ്ധമായ ഖുർആൻ പാരായണം ഓതിക്കൊണ്ടിരിക്കെ ആഭ്യന്തര കുഴപ്പക്കാരുടെ വെട്ടേറ്റുകൊണ്ടാണ് ഈ ലോകത്തോട് ഷഹീദായി അദ്ദേഹം വിട പറഞ്ഞു പോയത്. അതിനുശേഷം പിന്നീട് ഖലീഫയായ ആളാണ് ചരിത്രത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരപുത്രൻ കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യ പുത്രനാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രൻ. എന്ന് മാത്രമല്ല, കുട്ടികളിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അലിയാണ്. അദ്ദേഹം ധീരനാണ്, ആശയസമ്പന്നമാണ്. സാഹിത്യസമ്പുഷ്ടമായ കവിതകളും പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റേതായി ധാരാളമായി വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയായിരുന്നു അവരുടെ പത്നി. ഹസൻ ഹുസൈൻ എന്നിവർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അരുമ സന്താനങ്ങളാണ്. ആത്മീയ രഹസ്യങ്ങൾ ഗ്രഹിച്ച അലി റളിയല്ലാഹു തആല അൻഹുവിന് വലിയ മഹത്വമുള്ളതായിട്ട് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഷഹാദത്തിന് രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാകുന്നത്. ഭരണകാലം ഹിജ്റ 35-40 ഇടയിലായിരുന്നു. പിന്നീട് മഹാനവർകൾ ഭരണത്തിലിരിക്കെ സുബ്ഹി നിസ്കാരത്തിലായിരിക്കെ ഇബ്നു മുൽജം എന്ന ഖവാരിജിൻ്റെ വെട്ടേറ്റുകൊണ്ടാണ് ഈ ലോകത്തോട് ഷഹീദായിക്കൊണ്ട് വിട ചൊല്ലിയത്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾക്കിരയായ സഹാബിയാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം ഉഹദ് യുദ്ധത്തിൽ അവസാന ഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉറച്ചു നിന്ന ധീരനായ, തങ്ങൾക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വന്നിരുന്ന എല്ലാ അമ്പുകളെയും സ്വന്തം മാറുകാണിച്ചുകൊണ്ട് ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് കവചമൊരുക്കി. അങ്ങനെയുള്ള ധീരനായ സഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ഇതെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി 70-ൽ പരം മുറിവുകളേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയായി അറിയപ്പെട്ട മഹാനാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അതുപോലെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച സഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രിയപുത്നി അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകുന്നു. ബദർ അടക്കം പല യുദ്ധങ്ങളിലും ഇസ്ലാമിന് വേണ്ടി പോരാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ ആത്മമിത്രം എന്നാണ്. സുബൈർ റളിയല്ലാഹു തആല അൻഹു കച്ചവടക്കാരനും വലിയധികം ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. മറ്റൊരാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവാണ്. ആദ്യകാല വിശ്വാസികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോയ സംഘത്തിൽ ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മദീനയിൽ വെച്ച് വ്യാപാരം ചെയ്തു സമ്പന്നനായി. എല്ലാ ധർമ്മയുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തൻ്റെ ധനം ധാരാളമായി ഇസ്ലാമിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 700 ഒട്ടകങ്ങൾ വഹിച്ചുകൊണ്ട് വന്ന ചരക്കുകൾ മുഴുവൻ വാങ്ങി ഒരു സമയത്ത് മദീനയിൽ വിതരണം ചെയ്യുകയുണ്ടായി. അത്രയും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. തഖ്വയും വിനയവും ലാളിത്യവും മുഖമുദ്രമാക്കിയിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനായ സഹാബി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല അൻഹുവാണ്. 17-ാം വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ സുഹൃത്തായിരുന്നു. പ്രവാചകൻ്റെ കാലത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്ത സഅദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ വലിയ പടനായകനായിരുന്നു. ഖാദിസിയ യുദ്ധത്തിൽ പേർഷ്യക്കെതിരെ വിജയം നേടി 2 തവണ അദ്ദേഹം കൂഫയിലെ ഗവർണറായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരു മഹാൻ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം യുവാവായിരിക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. ബദറിന് ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊരു വ്യക്തി അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ധീര പോരാളികളിൽ ഒരാളാണ്. ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുണയായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് സിറിയയിൽ അദ്ദേഹം സൈന്യാധിപനായിരുന്നു. മഹാനാകുന്ന സഈദ് റളിയല്ലാഹു തആല അൻഹു.
ഈ മഹാന്മാരായിരിക്കുന്ന അശറത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലും അല്ലാഹുവേ നീ അവിടുത്തെ പൊരുത്തം ഉണ്ടാവേണമേ, തൃപ്തി ഉണ്ടാവേണമേ എന്നാണ് പറയുന്നത്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസി അൽ കറമീ. പടച്ച തമ്പുരാനെ, അല്ലാഹുവേ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു തരയണമേ. വഗ്ഫിർ ലനാ മാ മളാ യാ വാസി അൽ കറമി. ഔദാര്യം വിശാലമായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്തു തരയണമേ എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ ബൈത്തുകൾക്കെല്ലാം നമ്മൾ സാധാരണയായിട്ട് ജവാബ് ചെല്ലുന്ന ഒരു ബൈത്ത്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബുർദ സദസ്സുകളിലൊക്കെ ശ്രോതാക്കൾ ഇത് ഏറ്റുപാടുന്നതാണ് നമ്മുടെയൊക്കെ ഒരു സദസ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ യജമാനനായ പടച്ച തമ്പുരാനെ, സർവ്വസൃഷ്ടികളിലും ഉത്തമരായ നിൻ്റെ പ്രിയപ്പെട്ട തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്ഥിരമായിട്ടും എന്നെന്നും നിൻ്റെ അനുഗ്രഹവും ശാന്തിയും നീ ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവസാനം ഈ ബുർദ ബൈത്ത് അവസാനിപ്പിക്കുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ ഖസീദത്തു ബുർഉദ്ദ, ഇതിന് 2 നാമങ്ങളുണ്ട്. ഒന്ന് ബുർദ എന്ന്, രണ്ടാമത്തത് ബുർഉദ്ദ. അപ്പോൾ ഖസീദത്തു ബുർദ, ഖസീദത്തു ബുർഉദ്ദ. മഹാനായ ഷറഫുദ്ദീൻ അൽ ബുസീരി തങ്ങൾ, മഹാനവറുകളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അബൂ അബ്ദില്ല ഷറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസീരി റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനവറുകളാണ് ഇതിൻ്റെ രചയിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതപ്പ് സമ്മാനമായിട്ട് സ്വപ്നത്തിൽ ലഭിച്ച മഹാനോരാണ് ഇമാം ബുസീരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മദ്ഹ് കീർത്തനങ്ങൾ പാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് അവിടുത്തെ തടവി കൊടുത്തു. അങ്ങനെ പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂടിക്കൊടുത്തു. ഈ രൂപത്തിൽ ഇതിന് ബുർദ എന്നും ഇതിന് പറയുന്നുണ്ട്, ഖസീദത്തു ബുർഉദ്ദ എന്നും ഈ കാവ്യത്തിന്, ഈ കവിതക്ക് പേരുണ്ട് എന്നാണ്. ഇമാം ബുസീരി റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിലെ ഒരു പ്രദേശമാണ് ബുസീർ എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്ക് ചേർത്തിക്കൊണ്ടാണ് ബുസീരി എന്ന് പറയുന്നത്. ഹിജറ വർഷം 608 മഹാനവറുകൾ ഈ ലോകത്ത് ജനിക്കുന്നത്. ഇമാം ബുസീരി റളിയല്ലാഹു തആല അൻഹു 696 ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിപ്പറഞ്ഞ ഈ മഹാനർ ഈജിപ്തിലെ തന്നെ അലക്സാണ്ടറിയയിലായിരുന്നു അവിടുന്ന് ജീവിച്ചിരുന്നത്. കൊട്ടാരകവിയായി ജീവിതം തുലച്ചതിലുള്ള ഖേദം, അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള ജീവിതത്തിലെക്കുറിച്ചൊക്കെ കൂടുതൽ രേഖകളൊന്നും ഇല്ലെങ്കിലും കൊട്ടാരത്തിലും അതുപോലെ തന്നെ കാവ്യരചനകളിലും എഴുത്തിലുമൊക്കെ ആയിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടിയതായിട്ട് അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. വേറെയും അദ്ദേഹത്തിൻ്റെ കവിതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹിൻ്റെ കവിതകൾ വേറെയും ധാരാളമായിട്ട് ഉണ്ട്. വാർദ്ധക്യ ദശയിലാണ് ഇമാം ബുസീരി റളിയല്ലാഹു തആല അൻഹു പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിതകൾ രചിക്കാൻ ആരംഭിച്ചത് എന്ന് മാത്രമല്ല, വഴിയാത്രക്കാരനായ ഒരു ഫക്കീർ
ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അത്രേ, താൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന്. അസാധാരണമായ ഈ ചോദ്യം ഇമാം ബുസീരിയെ പിടിച്ചു കുലുക്കി. പ്രവാചക കീർത്തന രചനകളിലേക്ക് കവിയെ വഴിതിരിച്ചു വിട്ടത് ഈ ഫക്കീറായ മനുഷ്യൻ്റെ ചോദ്യമാണ് എന്ന് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ലോക പ്രശസ്തമായിരിക്കുന്ന ഈ കവിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളെ കൊണ്ട് സമ്പന്നമായ ഈ ബുറുദ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നതോടൊപ്പം വളരെ ശ്രമകരമായിരിക്കുന്ന ഈ ദൗത്യം അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന എന്നെ ഏൽപ്പിച്ചതിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. അതോടൊപ്പം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം അതിൻ്റെ നേതാക്കൾക്ക്, അതുപോലെ എന്നെ ഇതിന് നിരന്തരം വലിയ ശ്രമകരമായിരിക്കുന്ന ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തതും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എന്നതുകൊണ്ട് മാത്രമാകുന്നു. അതിനുവേണ്ടി എന്നെ നിരന്തരം പ്രേരിപ്പിക്കുകയും മറ്റും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സയ്യിദ് റഫീഖുദ്ദീൻ തങ്ങൾ നന്ദി പ്രാർത്ഥനകളിൽ ഒതുക്കുന്നു. അള്ളാഹു അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഈ വരികൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും IT സപ്പോർട്ടുമായിട്ട് നമ്മളോട് കൂടെ നിന്ന ഷാജിദ് തിരൂർ, അതുപോലെ തന്നെ ഷുഐബ് ചാളാരി, ഇവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും പ്രാർത്ഥനയിലൊതുക്കുകയാണ്. അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈയുള്ളവൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, വരികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പുറത്തു തരാൻ അപേക്ഷിക്കുന്നതോടൊപ്പം ചില തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിന്നുള്ള ആളുകളോട് എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഈ പരിശുദ്ധമായിരിക്കുന്ന മദ്ഹ് കീർത്തനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നാളെ ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും ഈ വരികൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.